Start. 1, 2, 3. നമസ്കാരം, ഞാൻ ഷാഫി. പ്രാദേശിക സഞ്ചാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 22, 23 തീയതികളിലായി പ്രാദേശിക സഞ്ചാരം സംഘടിപ്പിച്ച പറമ്പിക്കുളം ടൈഗർ റിസർവിനുള്ളിലെ കരിയഞ്ചോല ട്രെക്കിംഗ്, ആ കരിയഞ്ചോല ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫെബ്രുവരി 22 ശനിയാഴ്ച രാവിലെ 9:30 തൃശ്ശൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന 40 പേരാണ് സംഘത്തിലുള്ളത്. ചുരുക്കം ചിലരൊഴിച്ച് ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഇന്നേ വരെ പരസ്പരം കാണാത്തവരും യാതൊരു പരിചയവും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ യാത്ര തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ പാട്ടും ഡാൻസും ഒക്കെയായി ഒരുപാട് കാലം മുൻപേ പരിചയമുള്ളവരുടെ പോലെയാണ് പെരുമാറിയത്. അതാണ് യാത്രകളുടെ മാസ്മരിക ശക്തി എന്നത്. ഏകദേശം 1 മണിയോടുകൂടി പറമ്പിക്കുളം ടൈഗർ റിസർവിലെ കവാടത്തിൽ എത്തിച്ചേർന്നു. എൻട്രി പാസ് എല്ലാം എടുത്ത് വീണ്ടും അരമണിക്കൂർ കാട്ടിലൂടെ യാത്ര ചെയ്ത് ആനപ്പാടിയിൽ എത്തിച്ചേർന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും സഫാരി ആരംഭിച്ചു. തൂണക്കടവ് ഡാമും പറമ്പിക്കുളം ഡാമിൻ്റെയുമെല്ലാം ദൃശ്യഭംഗി ആസ്വദിച്ച് ബാംബു റാഫ്റ്റിങ്ങും കഴിഞ്ഞ് 7 മണിയോടെ ആനപ്പാടിയിലേക്ക് തിരിച്ചു പോന്നു. ഇതിനിടയിൽ കാട്ടാനക്കൂട്ടവും മാനും മയിലും കാട്ടുപോത്തും എല്ലാം ഞങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. ആനപ്പാടിയിലെ ഡോർമെറ്ററിയിലെത്തി എല്ലാവരും ഫ്രഷപ്പായി ഡിന്നറെല്ലാം കഴിഞ്ഞ് കോൺഫറൻസ് ഹാളിൽ ഒത്തുകൂടി. കോർഡിനേറ്റർ ഷബീർ മൂഴിക്കൽ പ്രാദേശിക സഞ്ചാരത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇവിടെയാണ് എല്ലാവരും പരിചയപ്പെടുന്നത്. പ്രാദേശിക സഞ്ചാരത്തിൻ്റെ സ്ഥിരയാത്രികരായ ഗോഡ്കർ സുബകനും ഇസാമലിയും നജീറുമെല്ലാം യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. രണ്ടാം ദിവസം രാവിലെ 6 മണിക്ക് തന്നെ കഞ്ഞിമരത്തേക്ക് കാണാൻ പോകുന്നതിന് എല്ലാവരും തയ്യാറായി വന്നു. ഇറങ്ങി വന്ന് കഞ്ഞിമരത്തേക്കിൻ്റെ ഫോട്ടോസ് എടുത്ത് ചുറ്റും പിടിക്കുകയാണ്. അതിൻ്റെ വണ്ണം നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരങ്ങളിൽ ഒന്നാണ് കഞ്ഞിമരത്തേക്ക്.
39.98 മീറ്റർ ഉയരവും 7.15 മീറ്റർ ചുറ്റളവും ഉള്ള 465 വർഷം പഴക്കമുള്ളതാണ് കഞ്ഞിമര തേക്ക്. ആനപ്പാടിയിൽ തിരിച്ചു വന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം കരിയഞ്ചോലയിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിച്ചു. ഇനി കരിയഞ്ചോല ട്രെക്കിങ്ങിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരും റെഡിയാണ്. ഇപ്പോൾ അവിടെ പോകുന്ന വഴിയിൽ ആനകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് റെഡി ആയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. കുറച്ച് അക്രമ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ ഗൈഡുമാരും കൂടി വന്നാലാണ് നമുക്കത് പോകാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വന്നാലും ഗൈഡുമാർ പറയുന്നത് അനുസരിച്ച് വേണം നമുക്ക് പോകാൻ. വേറെ വഴികളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് നമുക്കാർക്കും ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ലല്ലോ. ഇവർക്കാണ് വളരെ കൃത്യമായിട്ട്. ഏറ്റവും ഡേഞ്ചർ ഫോറസ്റ്റാണ്. ഞങ്ങൾക്ക് ഈ ഫോറസ്റ്റ് അറിയാം. നിങ്ങൾക്കെല്ലാം അറിയാം. നമുക്ക് ആ ഭാഗങ്ങൾ പോകുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഏകദേശം 4-4.5 കിലോമീറ്റർ കൂടി നമുക്ക് ട്രെക്കിംഗ് പൂർത്തീകരിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞു, നമ്മൾ 2 തരം ഫോറസ്റ്റുകൾക്കുള്ളിലൂടെയാണ് നമ്മൾ വന്നത്. ഈ ബംബു ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. നശിച്ചു തുടങ്ങിയ മുളങ്കാടുകൾക്കുള്ളിൽ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി നമ്മുടെ മുളകൾ നിൽക്കുന്നത് കാണാം. ഏകദേശം 25-30 വർഷമാണ് ഇതിനോടൊപ്പം ആ പൂത്ത് കഴിഞ്ഞ് അത് നശിക്കുന്നതായിട്ട് ഇത് കാണാം. ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ്. ഇതാണ് മുളയരി, ഈ മുളപ്പൂത്ത് നിന്നിട്ടുള്ളത്. ഇത് കഴിക്കുന്നത്, ഭക്ഷിക്കുന്നതിന് ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാകമായ സമയമാണ് ഈ മുളയും. ഇതൊക്കെ തന്നെ കരിമ്പിനേക്കാൾ രുചിയുള്ളതാണ് എന്നാണ് പറയുന്നത്. ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് 1 മണിയോടെ ഡോർമെറ്ററിയിലെത്തി ഫ്രഷായതിനു ശേഷം ഉച്ചഭക്ഷണമെല്ലാം കഴിച്ച് ടൈഗർ റിസർവിലെ 2 ദിവസത്തെ ക്യാമ്പിന് ശേഷം ഒരു കുടുംബമായി തീർന്ന ആ 40 പേര് മറ്റൊരു കാട്ടിൽ വെച്ച് കാണാം എന്ന വാക്കോടെയാണ് ഓരോരുത്തരും തിരിച്ചു പോരുന്നതിനായി എല്ലാവരും വാഹനത്തിൽ കയറി. ഏപ്രിൽ 12-13 തീയതികളിൽ മതികെട്ടാൻ ചോലയിലേക്കുള്ള ട്രെക്കിങ്ങുമാണ് പ്രാദേശിക സഞ്ചാരത്തിൻ്റെ അടുത്ത പരിപാടികൾ.